പ്രകോപിപ്പിക്കുന്നത് ഇറാനെ കൂടുതൽ ശക്തരാക്കുന്നു എന്ന് അമേരിക്ക തിരിച്ചറിയുകയാണ്. യുദ്ധം ആരംഭിച്ചതു മുതൽ തന്നെ ഇന്ന് തീർക്കും നാളെ തകർക്കും എന്നൊക്കെ പറയുന്നതല്ലാതെ ഒരു തീരുമാനത്തിലെത്താൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരു നിർണായക തീരുമാനത്തിലേക്ക് അമേരിക്ക കടക്കുകയാണ്. അതായത് ഇറാനുമായുള്ള യുദ്ധത്തിൽ നിന്നും പിന്മാറാനുള്ള വഴി തേടുകയാണ് എന്നാണ് അമേരിക്കൻ സൈനിക മേധാവി ജനറൽ ഡാൻ കെയ്ൻ വ്യക്തമാക്കിയത്. ഇതോടെ പാതി തോൽവി സമ്മതിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിലെ ഉന്നത ഉപദേഷ്ടാക്കളോട് അദ്ദേഹം സ്വകാര്യമായി വ്യക്തമാക്കിയിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനോട് അത്ര എളുപ്പം മുട്ടാനാകില്ലെന്നും അതുകൊണ്ട് തന്നെ നിലവിൽ പരിഗണിക്കുന്ന സൈനിക നടപടികൾ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്നും അമേരിക്ക തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുപോലെ വ്യോമാക്രമണങ്ങൾ മാത്രം കൊണ്ട് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകില്ല എന്നുമുള്ള വിലയിരുത്തൽ സൈനിക മേധാവി മുന്നോട്ട് വച്ചു. ഇറാനുമായുള്ള യുദ്ധം നിർണായക ഘട്ടത്തിലെത്തിയെന്ന അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് തന്നെ അമേരിക്കയുടെ പിന്മാറ്റമാണ് കാണുന്നത്. സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന സൈനിക നടപടികളെക്കുറിച്ചുള്ള ആശങ്കകളും യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയും CIA ഡയറക്ടർ, അതുപോലെ വൈസ് പ്രസിഡന്റ് JD വാൻസ് തുടങ്ങിയ പ്രധാന ക്യാബിനറ്റ് അംഗങ്ങളുമായി മേധാവി ചർച്ച ചെയ്തതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് മുൻപ് ഇങ്ങനെ വിവിധ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം ഉറപ്പാക്കുകയും എല്ലാവരും ഒരേ നിലപാടിലാണെന്ന് ഉറപ്പാക്കുകയുമാണ് മേധാവിയുടെ ലക്ഷ്യം. അമേരിക്കൻ സൈനികരെ ഇറാനിലേക്ക് അയക്കാതെ നടപ്പിലാക്കുന്ന നടപടികൾ ഉൾപ്പെടെ നിലവിലുള്ള സൈനിക ഓപ്ഷനുകളുടെ പരിമിതികളും അതിൽ നിന്നുണ്ടാകുന്ന തിരിച്ചടികളും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ചർച്ചകൾ മുഴുവനും നടന്നത്. ഇറാനെതിരായ നടപടി ശക്തമാക്കുന്നതിനായി കൂടുതൽ ശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്താനുള്ള പദ്ധതിയെക്കുറിച്ച് ജൂലൈ അവസാനമാണ് ഡാൻ കെയ്നും അതുപോലെ ട്രംപ് ഭരണകൂടത്തിലെ പ്രധാനികളും ചർച്ച ചെയ്തതും ആശങ്ക പ്രകടിപ്പിച്ചതും. സംഘർഷം രൂക്ഷമാക്കിയാൽ ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതങ്ങളായിരുന്നു പ്രധാനപ്പെട്ട ആശങ്ക. അതേസമയം വൻതോതിലുള്ള സൈനിക നടപടി അനുവദിക്കാൻ ട്രംപ് ആദ്യം തയ്യാറായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഓപ്പറേഷനെ അനുകൂലിച്ചത് സെൻട്രൽ കമാൻഡിലെ ചില വിഭാഗങ്ങൾ മാത്രമായിരുന്നുവെന്നും വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഏജൻസിയെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ പദ്ധതിയുടെ സൈനിക വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ഈ ഉദ്യോഗസ്ഥർ ആരും തയ്യാറായുമില്ല. സംഘർഷം രൂക്ഷമാക്കാനുള്ള നീക്കത്തെ ഇസ്രായേലും പൊതുവെ പിന്തുണച്ചിരുന്നു എന്ന് വെളിപ്പെടുത്തലുണ്ടെങ്കിലും ഇപ്പോഴും ഇസ്രായേലിന് അപകടം മണക്കുകയാണ്. അതുമാത്രമല്ല, തങ്ങളുടെ സഖ്യരാജ്യങ്ങളുമായി സംസാരിച്ചതിന് പിന്നാലെ ട്രംപ് തന്നെ ആക്രമണ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടു പോയി എന്നുള്ളതും സത്യമാണ്. നമ്മൾ കരുതുന്നത് പോലെ അല്ലെന്നും ഇറാൻ തിരിച്ചടിച്ചേക്കുമെന്നായിരുന്നു സഖ്യരാജ്യങ്ങളുടെ ആശങ്ക. പ്രത്യേകിച്ച് അവരുടെ ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളാണ് ഭയന്നത്. ഇക്കാര്യം ട്രംപ് ഭരണകൂടം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇറാൻ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാമെന്ന ഭയവും ഡൊണാൾഡ് ട്രംപിനുണ്ട്. ഏറ്റവും വലിയ ആശങ്ക എന്നുള്ളത് അമേരിക്കയുടെ പ്രധാന ആയുധ ശേഖരങ്ങൾ വൻതോതിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ആക്രമണ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനത്തിൽ ഏറ്റവും പ്രധാന കാരണവും ഇതുതന്നെയാണ്. ഈ ആശങ്ക കെയ്ൻ മാത്രമല്ല ഉന്നയിച്ചതെന്നും സഖ്യരാജ്യങ്ങൾക്കും അതുപോലെ അമേരിക്കയുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ലഭ്യത കുറയുന്നതും ഇതിനെല്ലാം കാരണമായി. ഇറാൻ്റെ തിരിച്ചടിയെ നേരിടാനുള്ള ഗൾഫ് രാജ്യങ്ങളുടെ ശേഷിയെ ഇതെല്ലാം ബാധിച്ചേക്കുമെന്നും ഗൾഫ് രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥരും അമേരിക്കൻ ഭരണകൂടത്തെ അറിയിച്ചു കഴിഞ്ഞു. അതോടെ യുദ്ധം നമുക്ക് വേണ്ട എന്ന നിഗമനത്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തുകയാണ്. ചുരുക്കി പറഞ്ഞാൽ എന്തെല്ലാമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ ഗൺ അവസാനം പവനായി ശവമായി എന്ന് തന്നെ പറയേണ്ടി വരും.